നമസ്കാരം. 2 മാസം മുമ്പ് വളരെ അപ്രതീക്ഷിതമായാണ് നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസിന്റെ മരണവാർത്ത പുറത്തുവരുന്നത്. ഷൂട്ടിങ്ങിനായി ചോറ്റാനിക്കരയിൽ എത്തിയ നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. വെറും 51 വയസ്സ് മാത്രമായിരുന്നു നവാസിന്റെ പ്രായം. നവാസിന്റെ മരണവാർത്ത പുറത്തു വന്നപ്പോൾ താരത്തെയും കുടുംബത്തെയും എല്ലാം അടുത്തറിയാവുന്നവർ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടത് ഭാര്യ രഹന ഈ സാഹചര്യം മറികടന്ന് പുറത്ത് എങ്ങനെ വരുമെന്നാണ്. അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞിരുന്ന ദമ്പതികളായിരുന്നു ഇരുവരും. നവാസിക്ക് ഇല്ലാത്ത തനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് രഹന പലവട്ടം പറഞ്ഞിട്ടുമുണ്ട്. എപ്പോഴും കണ്ടുകൊണ്ടും സംസാരിച്ചും ഇരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോലും രഹന സമ്മതിക്കാറില്ലെന്ന് നവാസും തമാശയായി പറഞ്ഞിട്ടുണ്ട്. കലാഭവൻ നവാസിന്റെ വേർപാട് ഇന്നും ഒരു വേദനയോടെയാണ് മലയാളികൾ ഓർത്തെടുക്കുന്നത്. നവാസിനൊപ്പം തന്നെ രഹനയുടെ മുഖവും എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞു വരും. അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞിരുന്ന ദമ്പതികളായിരുന്നു ഇരുവരും. നവാസിന്റെ മരണവാർത്ത പടർന്നപ്പോൾ എല്ലാവരും ആദ്യം ചിന്തിച്ചതും രഹന ഇതെങ്ങനെ സഹിക്കും, ഉൾക്കൊള്ളുമെന്നാണ്. ഇന്നും ആ വേർപാടും വിടവും രഹനയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. കലാഭവൻ നവാസ് ഇല്ലാത്ത ആദ്യത്തെ പെരുന്നാളാണ് അന്തരിച്ച നടന്റെ കുടുംബത്തിന്. ഭാര്യ രഹനയും മക്കളും നവാസിന്റെ വിയോഗമുണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് പുറത്തു വരുന്നതേയുള്ളൂ. പെട്ടെന്നുള്ള മരണം കുടുംബത്തിനെന്ന പോലെ നവാസിന്റെ സഹപ്രവർത്തകർക്കും ഞെട്ടലായിരുന്നു. പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു നവാസ്. ഹൃദയാഘാതമാണ് മരണകാരണം. പെരുന്നാളിന് നവാസിന്റെ മക്കൾ പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. കഴിഞ്ഞ പെരുന്നാളിന് പിതാവിനൊപ്പം ചെലവഴിച്ച നിമിഷങ്ങളടങ്ങിയ വീഡിയോ ആണ് ഇവർ പങ്കുവച്ചത്. എല്ലാ പെരുന്നാളിലും പള്ളിയിൽ നിന്നിറങ്ങി വാപ്പച്ചി ഞങ്ങളെ ഈ കടവിൽ കൊണ്ടുവരും. ഇത് കഴിഞ്ഞ് പെരുന്നാളിന് ഇവിടെ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. വാപ്പച്ചി ഞങ്ങൾക്ക് പറഞ്ഞു തന്ന എല്ലാ പാഠങ്ങൾക്കും നന്ദി. വാപ്പച്ചി എപ്പോഴും ഞങ്ങൾക്കൊപ്പമുണ്ട് എന്നാണ് മക്കൾ കലാഭവൻ നവാസിന്റെ അക്കൗണ്ടിൽ പങ്കുവച്ച പോസ്റ്റ്. നെഹ്റീൻ, റിഹാൻ, റിദ്വാൻ എന്നീ 3 മക്കളാണ് നവാസിനും രഹനയ്ക്കുമുള്ളത്. നടൻ നിയാസ് കലാഭവൻ നവാസിന്റെ സഹോദരനാണ്. ഈ അടുത്ത് നിയാസ് നവാസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ജീവിച്ചിരുന്ന കാലത്ത് ഭാര്യയുടെയും മക്കളുടെയും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തിയ ആളാണ് നവാസ്. ഈ അടുത്ത് നിയാസ് നവാസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ജീവിച്ചിരുന്ന കാലത്ത് ഭാര്യയുടെയും മക്കളുടെയും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തിയ ആളാണ് നവാസ്. അതിനാൽ നവാസിലെങ്കിലും അവർക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനാവും. സഹായങ്ങൾ രഹന പ്രതീക്ഷിക്കുന്നില്ലെന്നും സഹോദരന്റെ കാര്യത്തിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും നിയാസ് പറഞ്ഞു. അയാളുടെ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിനനുസരിച്ച് കുടുംബത്തെ സജ്ജമാക്കുകയും ചെയ്തു സമ്പാദിച്ചിട്ടുണ്ട്. 4-5 കോടിയുടെ സ്വത്തുക്കൾ അവനുണ്ട്. അവർക്ക് ജീവിക്കാനാകും. അവർ തന്നെ പറയുന്നുണ്ട് ആരെയും ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും നിയാസ് അന്ന് പറഞ്ഞു. ഈ പെരുന്നാൾ കലാഭവൻ നവാസിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ വേദനയിലാണ്. കഴിഞ്ഞ പെരുന്നാളിന് പോലും ബാപ്പ കൂടെ ഉണ്ടായിരുന്നു. വയ്യായികയോ മറ്റോ ഒരു ലക്ഷണവും ഇല്ലാത്തത് കൊണ്ട് തന്നെ 1 വർഷത്തിനപ്പുറം ഇങ്ങനെ തങ്ങൾ തനിച്ചായി പോകുമെന്ന് ആ കുടുംബം ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. ഭാര്യയും മക്കളെയും കൂട്ടി എന്നും പെരുന്നാളിന് ശേഷം നവാസ് ഒരു കടവിൽ പോകാറുണ്ടത്രേ. കഴിഞ്ഞ പെരുന്നാളിന് പോയപ്പോൾ എടുത്ത വീഡിയോയും ആ പെരുന്നാളിന് പാടിയ പാട്ടും ചേർത്ത് വെച്ചാണ് ഇപ്പോൾ മകൻ വീഡിയോ പങ്കുവച്ചത്. കണ്ടു നിൽക്കുന്നവരെയും ഇമോഷണൽ ആക്കുന്നതാണ് വീഡിയോ. എല്ലാ പെരുന്നാളിലും പള്ളിയിൽ നിന്നിറങ്ങി വാപ്പച്ചി ഞങ്ങൾ ഈ കടവിൽ കൊണ്ടുവരും. ഇത് കഴിഞ്ഞ പെരുന്നാളിന് ഇവിടെ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. വാപ്പച്ചി ഞങ്ങൾക്ക് പറഞ്ഞു തന്ന എല്ലാ പാഠങ്ങൾക്കും നന്ദി. വാപ്പച്ചി എന്നും ഞങ്ങൾക്കൊപ്പമുണ്ട് എന്ന് മകൻ റിഹാൻ നവാസ് പറയുന്നുണ്ട്. മിമിക്രിയിലൂടെ വന്ന സിനിമാ അഭിനയ ലോകത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ നടനാണ് കലാഭവൻ നവാസ്. അഭിനേതാവ് എന്നതിനപ്പുറം മികച്ചൊരു ഗായകൻ കൂടെയായിരുന്നു. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപും ഭാര്യയ്ക്ക് പാട്ട് പാടി അയച്ചു കൊടുത്തിരുന്നു. ആ വീഡിയോയും മകൻ ഇതേ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോഴും യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും നവാസിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് മരണവാർത്ത ഏറ്റവും അധികം വേദനിപ്പിക്കാനുള്ള കാരണം. ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കായി ചോറ്റാനിക്കരയിൽ എത്തിയതായിരുന്നു നവാസ്. അവിടെ ഒരു സ്വകാര്യ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു പോകേണ്ട ദിവസം വിളിച്ചിട്ടും എഴുന്നേൽക്കാത്തതിനെ തുടർന്നാണ് ഹോട്ടൽ ജീവനക്കാർ ചെന്ന് നോക്കിയത്. മുറിയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന നവാസിനെയാണ് കണ്ടത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഹൃദയാഘാതമായിരുന്നു കാരണം. അതേസമയം നടൻ കലാഭവൻ നവാസിന്റെ വിയോഗത്തെക്കുറിച്ച് സംസാരിച്ച സഹോദരനായ നടൻ കലാഭവൻ നിയാസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. നവാസിനെ മരണമുണ്ടാക്കിയ ആഘാതം താൻ മറികടന്നെന്ന് നിയാസ് പറയുന്നു. നഷ്ടങ്ങളിൽ എപ്പോഴും വേദനയുണ്ടാകും. പക്ഷേ ഞാൻ അതിനെ ഓവർകം ചെയ്തു എന്ന് വേണം പറയാൻ. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ പെട്ടെന്ന് മറികടന്നു. കാരണം എൻ്റെ പ്രൊഫഷൻ ഇതാണ്. മറിമായം ഷൂട്ടിന് ആദ്യം പോകാൻ പറ്റിയില്ല. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ അവരെല്ലാവരും എന്നെ വിളിച്ചു. ഇവിടെ വന്നിരിക്കെ, ഒന്നും ചെയ്യേണ്ട, ഇവിടെ വന്ന് ചർച്ചയിലൊക്കെ പങ്കെടുക്ക്, ശരിയാകുമെന്ന് പറഞ്ഞു. പറഞ്ഞതുപോലെ ശരിയായി. മരണം എന്നതിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രപഞ്ചത്തിന്റെ പ്രോസസ്സാണതെന്നും നിയാസ് പറയുന്നു. ഉമ്മയുടെയും രഹനയുടെയും വിഷമം മാറാൻ സമയമെടുക്കും. മറവി എന്ന വലിയൊരു അനുഗ്രഹം ഈശ്വരൻ മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. മറക്കുക എന്നതേ പറ്റൂ. ആരെയും ആശ്രയിക്കാൻ രഹന ആഗ്രഹിക്കുന്നില്ല. കാരണം നവാസിന്റെ താല്പര്യമാണത്. നവാസ് അധ്വാനിച്ചു വെച്ചതുണ്ട്. അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് വേദനയുണ്ട്. പക്ഷേ അതോടൊപ്പം അങ്ങേയറ്റം സന്തോഷിക്കുന്നു. കാരണം അങ്ങനെ പറയാൻ പ്രാപ്തരായല്ലോ. അതിൽ ബിഗ് സല്യൂട്ട് എൻ്റെ അനുജന് കൊടുക്കുകയാണ്. അവർക്ക് വേണ്ടത് സമ്പാദിച്ചിട്ടുണ്ട്. 4-5 കോടിയുടെ സ്വത്തുക്കൾ അവനുണ്ട്. സുഹൃത്തിന്റെ പേരിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. വേറെ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ലെന്നും കലാഭവൻ നിയാസ് പറഞ്ഞു.
മരണം രംഗബോധമില്ലാതെ കോമാളിയാണെന്നൊക്കെ സാഹിത്യപരമായി പറയാമെങ്കിലും സർവശക്തനായ സംവിധായകൻ കൃത്യമായി നിശ്ചയിച്ചു വെച്ചിട്ടുള്ള സമയമാണതെന്നാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്. നമുക്ക് എത്ര സീനുണ്ടെന്നോ എപ്പോൾ വേദി വിട്ടൊഴിയണമെന്നോ അറിയാത്ത നടന്മാരാണ് നമ്മളെന്നേ ഉള്ളൂ. നമുക്കൊന്നേ ചെയ്യാനുള്ളൂ. നമുക്ക് കിട്ടിയ വേഷം ഏറ്റവും മനോഹരമായി അഭിനയിച്ചു തീർക്കുക, സന്തോഷത്തോടെ വേദി ഒഴിഞ്ഞു കൊടുക്കുക. അടുത്ത കഥാപാത്രം ക്യൂവിലാണ്. അത്തരത്തിൽ എൻ്റെ നവാസ് അവന്റെ വേഷം അതിമനോഹരമായി പെർഫോം ചെയ്തിട്ടാണ് വേദി ഒഴിഞ്ഞത് എന്നെനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. നമ്മുടെ ഓരോരുത്തരുടെയും റോൾ അങ്ങനെ പര്യവസാനിക്കണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. ഞാനും അതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാം സംവിധായകന്റെ കയ്യിലാണ്. ഭൂമി എന്ന അതിമനോഹരമായ ഈ വേദിയിൽ കൂടെയുള്ള നടീനടന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നാം ഏവരുടെയും വേഷം ഏറ്റവും ഭംഗിയായി അവതരിപ്പിച്ച് തീർക്കാൻ കഴിയട്ടെ എന്ന് നേരത്തെയും കലാഭവൻ നിയാസ് പറഞ്ഞിരുന്നു. 51 വയസ്സിലാണ് കലാഭവൻ നവാസ് മരണപ്പെടുന്നത്. അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പ്രഗമനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു നവാസ്. മുറിയിൽ മരിച്ചു കിടക്കുന്നത് ആദ്യം കണ്ടത് റൂം ബോയാണ്. ഹൃദയാഘാതമാണ് മരണകാരണം. മിമിക്രി കലാരംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് കലാഭവൻ നവാസിനുണ്ട്. അതേസമയം തന്നെ തന്റെ പ്രിയപ്പെട്ട ഇക്കൊപ്പമില്ലാത്ത ആദ്യത്തെ വിവാഹ വാർഷിക ദിനത്തിലൂടെ രഹന കടന്നുപോയപ്പോഴും മലയാളികൾ ഏറെ വേദനിച്ചിരുന്നു. 23 വർഷത്തെ ദാമ്പത്യം. നവാസ് തന്നെ എഡിറ്റ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന ഒരു വീഡിയോയും ഇരുവരുടെയും വിവാഹ വാർഷിക ദിനത്തിൽ ഒരു കുറിപ്പിനൊപ്പം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു നവാസിന്റെ മക്കൾ. നവാസ് ഷൂട്ടിനും മറ്റുമായി വീട്ടിൽ നിന്നും അകന്നു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കാൻ പോലും മടിച്ചിരുന്നയാളാണ് രഹനയെന്ന് മക്കൾ പറയുന്നു. പ്രിയരെ, ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വാപ്പച്ചി പാടി കൊടുത്തതാണ് വീഡിയോയിൽ നിങ്ങൾ കേൾക്കുന്നത്. വാപ്പച്ചി തന്നെ എഡിറ്റ് ചെയ്ത് വീഡിയോയാണ് ഇത്. ഇന്ന് ഒക്ടോബർ 27. വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും വിവാഹ വാർഷികമാണ്. ഇന്നത്തെ ദിവസം രാവിലെ രണ്ടുപേരും ഒരുമിച്ച് ഫ്രൂട്ട്സിന്റെ തൈകൾ നടാറുണ്ട്. അങ്ങനെ നട്ട തൈകളാണ് ഇവിടെ കായ്ച്ചു നിൽക്കുന്ന ഓരോ മരങ്ങളും. ഒന്നിനും പറ്റാത്ത ഈ അവസ്ഥയിൽ ഉമ്മച്ചിയുടെ ചെടികളെ പോലും ഉമ്മച്ചി ശ്രദ്ധിച്ചില്ല. പക്ഷേ വാപ്പച്ചിയെ ചേർത്ത് പിടിച്ച് ഈ വാർഷികത്തിനും ഉമ്മച്ചി ഫ്രൂട്ട്സിന്റെ തൈകൾ നട്ടു. ലോകത്തിലാരും ഇത്രയേറെ പ്രണയിച്ചിട്ടുണ്ടാവില്ല. അവരുടെ പ്രണയം ഇപ്പോഴും കൗതുകത്തോടെയാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത്. വാപ്പച്ചി വർക്കിന് പോയാൽ ഉമ്മച്ചി ചിരിക്കില്ല, TV കാണില്ല, ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല, ഫാമിലി ഗ്രൂപ്പിലോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ ഇല്ല. വാപ്പച്ചി ഇല്ലാതെ ഒരു കല്യാണത്തിന് പോലും പോവാറില്ല. വാപ്പച്ചിയായിരുന്നു ഉമ്മച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. വാപ്പച്ചി വർക്ക് കഴിഞ്ഞ് തിരിച്ചെത്തും വരെ വാപ്പച്ചിക്ക് വേണ്ടി ഉമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. വാപ്പച്ചി തിരിച്ചെത്തിയാലാണ് ആ മുഖമൊന്ന് തെളിയുന്നത്. വാപ്പച്ചി വന്നാൽ ഔട്ടിങ്ങിന് പോവാൻ പോലും ഉമ്മച്ചിക്ക് ഇഷ്ടമല്ല. വാപ്പച്ചിയുമായി വീട്ടിൽ തന്നെ ചിലവഴിക്കാനാണ് ഉമ്മച്ചിക്ക് ഇഷ്ടം. രണ്ടുപേർക്കും ഒരുമിച്ച് എത്ര നാൾ വീട്ടിലിരുന്നാലും ബോറടിക്കില്ല. ഉമ്മച്ചി ഒരാഗ്രഹവുമില്ലാത്ത ആളാണെന്ന് വാപ്പച്ചി എപ്പോഴും പറയും. വാപ്പച്ചിയും അടുക്കളയും ഞങ്ങളുമായിരുന്നു ഉമ്മച്ചിയുടെ ലോകം. ഈ ഭൂമിയിൽ വേറെ എന്ത് നഷ്ടപ്പെട്ടാലും ഉമ്മച്ചി പിടിച്ചു നിൽക്കുമായിരുന്നു. പക്ഷേ ഇത് ഉമ്മച്ചിയുടെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. ഇപ്പോഴും പടച്ചവൻ വാപ്പച്ചിക്ക് എന്താണോ അവിടെ കൊടുക്കുന്നത് അത് തന്നെ ഉമ്മച്ചിക്കും ഇവിടെ തന്നാൽ മതി എന്നാണ് ഉമ്മച്ചിയുടെ പ്രാർത്ഥന. ഇത്രയും നേരത്തെ പിരിയേണ്ടവരായിരുന്നില്ല രണ്ടുപേരും. ഒരുപാട് സ്നേഹിച്ചതിനാലാവാം പടച്ചവൻ രണ്ടുപേരെയും രണ്ടിടത്താക്കിയത്. മരണം കൊണ്ടും അവരെ വേർപിരിക്കാനാവില്ല. അവർ രണ്ടുപേരും ഇപ്പോഴും കാത്തിരിപ്പിലാണ്. പരീക്ഷണത്തിനൊടുവിൽ സുബർക്കത്തിൽ ഇവിടത്തെ പോലെ തന്നെ ഏറ്റവും നല്ല ഇടങ്ങളായി ജീവിക്കാൻ വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും പടച്ചവൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്നായിരുന്നു കുറിപ്പ്. നിരവധി പേരാണ് നവാസിന്റെ വേർപാടിന്റെ വേദനയിൽ കഴിയുന്ന കുടുംബത്തിന് ആശ്വാസമായി എത്തുന്നത്. മുമ്പ് പല അഭിമുഖങ്ങളിലും നവാസ് പറയുമായിരുന്നു തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് അവസരങ്ങളൊക്കെ മുന്നേ കിട്ടിയിരുന്നുവെന്നും പക്ഷെ തനിക്കും രഹനയ്ക്കും വേർപിരിഞ്ഞിരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് പലതിൽ നിന്നും ഒഴിഞ്ഞു മാറിയതാണെന്ന്. 2002 ഇരുവരുടെയും വിവാഹം. പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇരുവരും. വിവാഹത്തോടെ അഭിനയം വിട്ട രഹന കുടുംബിനിയാവുകയായിരുന്നു.